മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർമ്മഫലപ്രദായിയായ ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശനി ജൂൺ 29 മുതൽ വക്രഗതിയിലാണ്. പക്ഷേ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതിന് കാരണം ആ സമയത്ത് ശനിയുടെ അംശബലം 25 ഡിഗ്രി ആയിരുന്നു. 24 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ നിൽക്കുന്ന ഗ്രഹം മൃത അവസ്ഥയിലായിരിക്കും എന്നാണ് ജ്യോതിഷങ്ങളിൽ പറയുന്നത്. ഈ സമയത്ത് കൂടുതൽ ശുഭ അശുഭ ഫലങ്ങൾ നൽകുവാൻ ഗ്രഹങ്ങൾക്ക് സാധിക്കുകയില്ല. പക്ഷേ 7 ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ ശനിദോഷങ്ങൾ ഉള്ളവർക്ക് ഈ സമയത്ത് ആശ്വാസം ലഭിച്ചു കാണും. കാരണം ശനി അശുഭഫലങ്ങളും നൽകി കാണത്തില്ല. ജൂൺ 29 ശനി വക്രഗതിയിലായപ്പോൾ മുതൽ ശനിയുടെ അംശബലത്തിൽ പുരോഗതി ഉണ്ടാകുവാൻ തുടങ്ങി. ഓഗസ്റ്റ് 20 ശനിയുടെ അംശബലം 23 ഡിഗ്രി വരെ എത്തി. നവംബർ 15 ശനിയുടെ അംശബലം 18 ഡിഗ്രി ആകുന്നതായിരിക്കും. അപ്പോഴേക്കും ശനി പൂർണ്ണ യുവാവസ്ഥയിൽ ആകുന്നതുമായിരിക്കും. ഓഗസ്റ്റ് 20 മുതൽ നവംബർ 15 വരെ നിങ്ങൾക്ക് ശനി എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം, മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവം എന്നിവയെല്ലാം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ സ്വന്തം രാശിയുടെയും 12ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് വക്രഗതിയിൽ നിങ്ങളുടെ സ്വന്തം രാശിയിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ഇവിടെ നിന്നും ശനിയുടെ ദൃഷ്ടി 3, 7, 10 ഭാവങ്ങളിലായിരിക്കും പതിക്കുന്നത്. കുംഭം രാശിക്കാർ ഈ സമയത്ത് 7 ശനിയുടെ 2ാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ്. കുംഭത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. കുംഭം രാശിക്കാർ കഴിഞ്ഞ ഏകദേശം 4 വർഷമായി 7 ശനിയുടെ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂലത്രികോണ സ്ഥാനമായതിനാലും ശശരാജയോഗം ഉണ്ടാകുന്നതിനാലും പ്രഭാവങ്ങളിൽ കുറച്ച് കുറവ് വന്നു കാണും എന്ന് മാത്രം നമുക്ക് പറയാം. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതലും പ്രശ്നങ്ങൾ ആരോഗ്യം, സാമ്പത്തികം, കരിയർ, ബിസിനസ്, ദാമ്പത്യം എന്നിവയിലൊക്കെ ഉണ്ടായി കാണും. ഓഗസ്റ്റ് 20 മുതൽ ഇതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ, കുറവുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. നവംബർ 15 വരെ ശനിയുടെ ശുഭപ്രഭാവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1ാം ഭാവത്തിൽ യുവാവസ്ഥയിലാകുന്ന ശനി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളിൽ ആശ്വാസം നൽകുന്നതായിരിക്കും. ശനി വക്രഗതിയിലാണ്. 12ാം ഭാവത്തിൻ്റെയും ഫലങ്ങൾ നൽകുന്നുണ്ട്. ഈ സമയത്ത് മുട്ടിനുവേദന, നടുനുവേദന, മറ്റ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അലസത, ശരീരക്ഷീണം എന്നിവ മാറി പരിശ്രമം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും. 12ാം ഭാവം വിദേശവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. ശനി ഈ സമയത്ത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലാണ് നിൽക്കുന്നത്. ഗുരു നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ഇത് നിങ്ങളുടെ വരുമാന മാർഗത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറ്റുന്നതും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും. പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. 7ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ബിസിനസ്സിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും.
രണ്ടാം ഭാവം കുടുംബം, വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 7ാം ശനിയുടെ കഷ്ടതകൾ കൂടി വന്നപ്പോൾ നിങ്ങൾ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സഹായവും മറ്റും അഭ്യർത്ഥിച്ചു കാണും. പക്ഷേ ആ സമയത്ത് ചിലർ നിങ്ങളിൽ നിന്നും അകൽച്ച പാലിച്ചു കാണും. ഇതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും: ആരെ അടുപ്പിക്കണം, ആരുമായി ദൂരം പാലിക്കണം എന്നുള്ളത് ശനി ഈ സമയത്ത് പഠിപ്പിച്ചു കാണും. 11ാം ഭാവം സോഷ്യൽ സർക്കിളുമായി കണക്ഷനുള്ളതാണ്. ഈ സമയത്ത് പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതായിരിക്കും. ഇവരെ നന്നായി സ്റ്റഡി ചെയ്ത് ഉചിത തീരുമാനങ്ങൾ എടുക്കണം. വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി 3ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് 3ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകും. ഏത് വിപരീത സ്ഥിതികളെയും നേരിടുവാൻ സന്നദ്ധനായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും അത് വക്കീൽ, ടീച്ചിങ് ലൈനിലുള്ളവർ, മാർക്കറ്റിംഗ്, കൺസൾട്ടൻ്റ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിങ് നല്ലതാകുന്നതായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. വക്രഗതിയിലുള്ള ശനിയുടെ ഈ അംശബലത്തിൽ വരുന്ന മാറ്റം നിങ്ങളുടെ കരിയർ, ബിസിനസ് എന്നിവയെ അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും. 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. രാഹു നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രത്തിലാണ്. രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയും ശനിയുടെ 10ാം ദൃഷ്ടിയും നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെയും ശുഭദൃഷ്ടി പതിക്കുന്നുണ്ട്. രാഹു കാരണം വന്ന നഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. കരിയറിൽ പുതിയ ജോലി, ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ എന്നിവ തുടങ്ങുന്നതുമായിരിക്കും. ശനിയുടെ ദൃഷ്ടി 7ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. ശനി സാധാരണഗതിയിൽ കാര്യങ്ങൾ സ്ലോ ആക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ശനി വക്രഗതിയിലായതിനാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ നടക്കുന്നതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളും താമസവും എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നടക്കുവാനും മറ്റും യോഗമുണ്ടാകുന്നതായിരിക്കും. പാർട്ട്ണർഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറുന്നതാണ്. ഈ സമയത്ത് ബിസിനസ് വിപുലീകരിക്കുന്നതുമായിരിക്കും. രാഹു ധനസ്ഥാനത്ത് ഗുരുവിൻ്റെ രാശിയിലും ശനിയുടെ നക്ഷത്രത്തിലും നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ബ്ലോക്കായി കിടന്ന പൈസ ഈ സമയത്ത് റിലീസാകുന്നതായിരിക്കും. രാഹുവിൻ്റെ ദൃഷ്ടി 8ൽ പതിക്കുന്നതിനാൽ ഭാര്യയുടെ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. മീഡിയ, ടെക്നോളജി, ഫിലിം ഇൻഡസ്ട്രി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുംഭം രാശിക്കാർക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ നവംബർ 15-ാം തീയതി വരെയുള്ള വക്രഗതിയിലുള്ള ശനിയുടെ അംശബലത്തിൽ വരുന്ന മാറ്റങ്ങൾ കുംഭം രാശിക്കാർക്ക് 7ാം ശനിയുടെ ഈ സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ജാതകത്തിൽ ശനി അശുഭസ്ഥിതിയിലാണെങ്കിൽ ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുവാനും സാധ്യതകളുണ്ട്. ഈ സമയത്ത് ശനി പ്രീതിക്ക് വേണ്ടി ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുക, ശിവക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും നടത്തുക, നിത്യവും ഹനുമാൻ ചാലീസ ശ്രവിക്കുകയോ ജപിക്കുകയോ ചെയ്യുക. ഇവ കാര്യങ്ങൾ ചെയ്യുന്നത് ശനിയുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, വൃദ്ധാശ്രമത്തിൽ അന്നദാനം, വസ്ത്രദാനം എന്നിവ ചെയ്യുക. ഇതെല്ലാം തന്നെ ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.